ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. സ്ക്രീൻ വിത്ത് ഹോം ഗ്രീനറിക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നഴ്സറിയിൽ നിന്ന് വാങ്ങിയ ഈ മനോഹരമായ ഡയാന്തസ് ചെടികൾ എങ്ങനെ നമുക്ക് ശരിയായ രീതിയിൽ മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റി നടാം എന്നതാണ് ഞാനിവിടെ നിങ്ങൾക്കായി കാണിക്കാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് ആ കവറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മാറ്റി വെച്ചാൽ എന്നാൽ ചെടി എടുക്കാൻ എളുപ്പമായിരിക്കും. എന്നാൽ പോട്ടിംഗ് മിക്സ് ആണെങ്കിൽ നല്ല നീർവാർച്ചയുള്ള പോട്ടിംഗ് മിക്സ് എടുക്കണം. അതിനായി ഇപ്പോൾ ഒന്ന് കോക്കോപിറ്റ് കുറച്ച് മതി. കാരണം എന്ന് പറഞ്ഞാൽ ഈ ചെറിയ വേരുകളായ ഒന്ന് കോക്കോപിറ്റ് കൂടുതൽ ചേർക്കുകയാണെങ്കിൽ ചെടികൾ ചീത്തയാവാൻ സാധ്യതയുണ്ട്. സാധാരണ ഞാൻ എടുക്കുന്ന പോട്ടിംഗ് മിക്സ് കവറിൽ നിന്ന് പ്ലാന്റ്സ് എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കണേ. റൂട്ടൊന്നും കട്ടാവാത്ത രീതിയിൽ വേണം എടുക്കാൻ. ചെറിയ റൂട്ടുകളായതുകൊണ്ടാണ് പെട്ടെന്ന് കട്ടായത്, പിന്നെ ചെടി ചീത്തയായി പോകും. എടുക്കുമ്പോൾ ഡയാന്തസ് അധികം താഴ്ന്ന് വേരോടുന്ന ചെടി അല്ലാത്തത് കൊണ്ട് വലിയ ചട്ടികൾ ആവശ്യമില്ല. ഇടത്തരം വലിപ്പമുള്ള ചട്ടികൾ മതിയാവും. വൈകുന്നേരങ്ങളിൽ ചെടി മാറ്റി നടുന്നത് ഏറ്റവും നല്ലത്. ഇത് ചെടി പുതിയ മണ്ണുമായി പെട്ടെന്ന് പൊരുത്തപ്പെടാൻ സഹായിക്കും. ഈ ചെടിക്ക് വന്നിട്ട് നന്നായി സൂര്യപ്രകാശം വരണം. ഉദാഹരണത്തിന് 5-6 മണിക്കൂറൊക്കെ വെയിലെങ്കിലും വേണം. വെയിൽ കുറഞ്ഞാൽ ചെടി നീളം വെച്ച് വളർന്നു പോവുകയേ ഉള്ളൂ, പൂക്കൾ വയ്ക്കില്ല. നനയ്ക്കുകയാണെങ്കിൽ ചെടി എങ്ങനെ നനയ്ക്കുമെന്ന് പറഞ്ഞാൽ ചെടിയുടെ ചുവട്ടിൽ മാത്രം വെള്ളം ഒഴിക്കുക. ഇലകളിലോ പൂക്കളിലോ വെള്ളം വീണാൽ ഫംഗസ് ബാധ ഉണ്ടായി വന്ന് അത് ഇല്ലാതാകാൻ സാധ്യതയുണ്ട്. മണ്ണ് ഉണങ്ങിയാൽ മാത്രം നനയ്ക്കുക. ചട്ടിയിലേക്ക് ആ ചെടിയെ ഇറക്കി വയ്ക്കുമ്പോഴത്തേക്കും അതിൽ കുറച്ച് മണ്ണിരിക്കുന്നത് കുറച്ച് ലൈറ്റായിട്ട് മണ്ണിനെ നീക്കിയിട്ട് വെക്കണം. നല്ല മണ്ണിനെ ഇളക്കിയെടുക്കില്ല, റൂട്ടൊക്കെ കട്ടാവാൻ സാധ്യതയുണ്ട്. ഇത് പിങ്ക്, ചുവപ്പ്, വെള്ള, ലാവൻഡർ തുടങ്ങിയ പല നിറങ്ങളിലും ഡയാന്തസ് ലഭ്യമാണ്. ഒന്നിലധികം നിറങ്ങൾ ഒരുമിച്ച് നടുമ്പോൾ കാണാൻ കൂടുതൽ ഭംഗിയായിരിക്കും. ഇതൊരു പെർനിയൽ ചെടിയാണ്, അതായത് ശരിയായ പരിപാലിച്ചാൽ വർഷങ്ങളോളം ഈ ചെടി നിലനിൽക്കും. ഡയാന്തസ് ചെടികളെ ഒത്തിരി വെറൈറ്റിയായി പിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് പെർനിയലും, ഇന്നൊന്ന് ആനുവലും. ആനുവൽ വെറൈറ്റി വന്നിട്ട് 1 വർഷമേ അതിന് ലൈഫുള്ളൂ. അത് വന്ന് 6 into 8 ഇഞ്ച് വരെ പൊക്കം വയ്ക്കും. പെർനിയൽ വന്നിട്ട് 12 ഇഞ്ച് to 15 ഇഞ്ച് വരെ പൊക്കം വയ്ക്കും. ഇത് പിന്നെ പല പേരിൽ അറിയപ്പെടും. സ്വീറ്റ് വില്യം, കാർണിയേഷൻ, ഗാർഡൻ പിങ്ക്. ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിമാണ് ഡയാന്തസ്. ഡയാന്തസ് ചെടിയിൽ പൂക്കൾ വാടി തുടങ്ങുമ്പോൾ തന്നെ അവയുടെ ഞെട്ടോട് കൂടി മുറിച്ച് മാറ്റണം. ഇത് പുതിയ മുകുളങ്ങൾ വരാനും ചെടി നിറയെ പൂക്കൾ ഉണ്ടാകാനും സഹായിക്കും. നമ്മുടെ ഡയാന്തസ് ചെടികൾ പുതിയ ചട്ടിയിലേക്ക് മാറ്റി നട്ട് കഴിഞ്ഞു. ഈ രീതിയിൽ നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ചെടികൾ നല്ല കരുത്തോടെ വളരുകയും നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള കൂടുതൽ ഗാർഡൻ വീഡിയോകൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.